ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂമി ആൻഡ് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവ്യൂ ആണ്. ഗോപ്രോ 10ൻ്റെ എൻഡ്യൂറോ എന്ന് പറഞ്ഞ പുതിയ അവർ ഇറക്കിയ ഒരു ബാറ്ററിയാണ്. സോ ഇതൊരു റീസൺ ഉണ്ട്, അത് കാരണമാണ് ഇതവർ ഇറക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഗോപ്രോ മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ബാറ്ററിയാണിത്, ബ്ലൂ കളറിൽ. ഈ രണ്ടൊരു ബാറ്ററിയുടെ കപ്പാസിറ്റി വെച്ചിട്ട് ഒരു വ്യത്യാസമില്ല. 1720 mAh ബാറ്ററിയാണ് രണ്ടിനും ഉള്ളത്. അപ്പോൾ ഗോപ്രോ പുതിയ ബാറ്ററി ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പഴയ ബാറ്ററിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, തണുപ്പ് കാലത്ത് ഇത് നന്നായിട്ട് ബാക്കപ്പ് നമുക്ക് തരില്ല. ഒരു 40% ബാക്കപ്പ് ആകുമ്പോഴത്തേക്കും ഇത് ഡെഡായി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ബാറ്ററിക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വെല്ല് ചെയ്യും ഈ ബാറ്ററി. കുറച്ച് നമ്മളൊരു 6 മാസം 1 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബാറ്ററി സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. എൻ്റെ അടുത്ത് 2 വേറെ ബാറ്ററി ഉണ്ടായിരുന്നു. ആ 2 ബാറ്ററി ഇതുപോലെ തന്നെ സ്വെല്ലായി. ഒരു പ്രാവശ്യം ഞാനത് ഗോപ്രോനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് എടുക്കാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ കമ്പാർട്ട്മെൻറ്റ് ഭയങ്കര ടൈറ്റാണ്. ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉള്ളൂ. അത് കാരണം നമ്മൾ സ്വെല്ലായി കിടക്കുന്ന ഒരു ബാറ്ററി നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് തിരിച്ചെടുക്കാൻ പാടുപെടും. ഈ സാധനം ഇതിൽ നിന്ന് വിട്ടുപോയി. ഈ ക്യാപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയി. വൺസ് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടിച്ചിട്ട് വേണം ഇത് തിരിച്ചെടുക്കാൻ. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രിപ്പാണ് ഇവിടെ തന്നേക്കണം. ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം അതിനുണ്ട്. ഗോപ്രോയുടെ പുതിയ എൻഡ്യൂറോ ബാറ്ററിയിൽ ഇത് കുറച്ചും കൂടി നല്ല ബാക്കപ്പ് നമുക്ക് കിട്ടുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ സ്വെല്ലിങ്ങിൻ്റെ പ്രോബ്ലം ഇതിൽ ഫിക്സ് ആയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അത് ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് ഇത് സ്വെല്ലാകുന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിന് ഞാൻ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതുവരെ ഒരു സ്വെല്ലിങ് ഞാനിത് കാണുന്നത്, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു പുതിയ ബാറ്ററിയാണ്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് എന്തോരം ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മുടെ മലയാളത്തിലൊന്നും ആരും ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടുള്ള ഉള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഒരെണ്ണം പോസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പിന്നെയും പറയാം. ഇതിൽ 1720 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. സെയിം ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ രണ്ടിനും ഉള്ളത്. വേറെ കനത്തിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേ കനമാണ്. കളറിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതൊരു 4K 60 ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 4K 60 മിക്ക വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 4K 60 എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇൻ കേസ് ഒരു ക്ലിപ്പ് എനിക്ക് സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ലോ മോഷൻ ആക്കാനുള്ള സ്പേസ് അതിൽ കിട്ടും. അത് കാരണം ഞാൻ എപ്പോഴും 4K 60 ചെയ്യുന്നത്. 4K 60 അബവ് ചെയ്യുള്ളൂ. ഇൻ കേസ് എനിക്ക് അതിന് കൂടുതൽ വേണം, 120 240 FPS എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. യൂഷ്വലി ഞാൻ 4K 60 ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റെക്കോർഡിങ് തുടങ്ങുമ്പോഴാണ് 100% ചാർജ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തോരം നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തു. 4K 60 ഞാനിത് ഷൂട്ട് ചെയ്തത്. ഇത് നന്നായിട്ട് ചൂടാകണ്ടായിരുന്നു. അപ്പോൾ ചൂടാകണ കാരണം ഏകദേശം 4 പ്രാവശ്യം ഇത് ഷട്ട് ഡൗൺ ആയി. ഞാൻ എൻ്റെ ടൈം സ്റ്റാമ്പ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ബ്രേക്കാണ്, അതായത് ഷട്ട് ഡൗൺ ആകുന്നത് 19 minutes 37 seconds, രണ്ടാമത്തത് 19 minutes 23 seconds, മൂന്നാമത്തത് 19 minutes 36 seconds, നാലാമത്തത് 19 minutes 18 seconds ഇത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയത്. അപ്പോൾ ടോട്ടൽ എനിക്ക് വീഡിയോ ലെങ്ത് കിട്ടിയത് 1 hour 17 minutes 54 seconds എനിക്ക് ടോട്ടൽ വീഡിയോ ലെങ്ത് കിട്ടിയത്. ഇത്രയും വീഡിയോ ലെങ്ത് നമുക്ക് 4K 60 ബ്ലൂ ബാറ്ററിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഒരു ബാറ്ററി ബാക്കപ്പാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ബ്ലൂ ബാറ്ററിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബൾജിങ്ങിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. ബ്ലൂ ബാറ്ററിനെ പോലെ ഇത് ബൾജാവും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എനിക്കേസ് അത് ഇതും ബൾജാവുന്നുണ്ടെങ്കിൽ ഞാനത് ഗോപ്രോ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഓൾറെഡി 3 ബ്ലൂ ബാറ്ററി എൻ്റെ ബൾജായി പോയി. നിയർലി ഒരു 2 വർഷത്തിനകത്ത് 3 ബാറ്ററി ബൾജായി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം പിന്നെ ഇത് വെക്കേണ്ട കാര്യമില്ല. ഇതുമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗോപ്രോ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും ബാറ്ററീസ് മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ചീപ്പല്ല. ഇത് ഏകദേശം 2600 രൂപ വരും ഒരു ബാറ്ററിക്ക്. അതുപോലെ തന്നെ 2200 രൂപ വരും ബ്ലൂ ബാറ്ററിക്ക്. ബട്ട് നമുക്ക് അതിനുള്ള
ഒരു നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമില്ല. അതാ അപ്പോൾ ഇതിനും ഒരു പ്രതീക്ഷ എനിക്കുണ്ട്, ഇത് അങ്ങനെ ബൾജാവില്ല എന്നുള്ളത്. കാരണം ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ ബൾജ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇഷ്യൂ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കമ്പയർ ടു ബ്ലൂ ബാറ്ററിയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ബൾജിങ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ബൾജിങ്ങിന് ആരും ഒന്നും പറയുന്നില്ല. നോക്കാം, ഇൻ കേസ് ഇത് ബൾജ് ആകുന്നില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടി ഞാൻ മേടിക്കുന്നില്ല. കാരണം ഒരു ബാറ്ററി മാത്രം പോരാ നമ്മൾ GoPro യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഇത് വെച്ച് വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.